ആശങ്കയായി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 23 പേരാണ് രോഗബാധിതരായത്. മരണസംഖ്യയും കൂടി. രോഗസ്ഥിരീകരണത്തിന്റെ എണ്ണത്തിലാണ് വർധനവെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ഒരു വർഷം 6 ലക്ഷത്തിലധികം പേർക്കാണ് ഇത് പിടിപെടുന്നതും 50,000-ത്തിലധികം മരണങ്ങൾ ഇതുമൂലം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ വളരെ കാര്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമീബ മൂലമുള്ള ബ്രെയിൻ ഇൻഫെക്ഷൻ. കേരളത്തിൽ പതിവായി ബ്രെയിൻ ഇൻഫെക്ഷൻ സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിനായിട്ടുള്ള പ്രത്യേക പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ കൂടുതൽ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് കേസുകൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ഇത് കൂടി വരുന്നു എന്നുള്ളതല്ല, ഇത് കണ്ടെത്താനാകുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഇന്ദുലേഖ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു വലിയ ആശങ്കയായി തുടരുന്നു എങ്കിലും ജാഗ്രത മതി, ഭയം വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഈ ഘട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ കടുപ്പത്തിലാവാമെന്ന് കരുതുകയാണ്. പക്ഷേ ഈ ആശങ്ക എത്രത്തോളം ഉണ്ട്? എന്ത് ജാഗ്രതയെക്കുറിച്ചാണ് പറയുന്നത്? നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു, ഇത് വെള്ളത്തിലൂടെയാണോ വായുവിലൂടെയാണോ പകരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല പല കേസുകളിലും. അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരാത്തിടത്തോളം ഈ ആശങ്ക നിലനിൽക്കില്ലേ എന്നതാണ്. കാരണം ഇതിന്റെ ഉറവിടം എവിടെയാണ്, സ്രോതസ് എവിടെയാണെന്ന് കൃത്യമായി തിരിച്ചറിയാത്തത്രോളം കാലം നമുക്ക് എല്ലാവർക്കും ഇതൊരു ആശങ്ക പരത്തുന്ന രോഗം തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മാസം ഇതിന്റെ ഒരു വ്യാപനം തന്നെ സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടെന്ന് പറയാം. ഇപ്പൊ 2024 36 പേർക്ക് സ്ഥിരീകരിച്ച് 9 പേരാണ് മരണപ്പെട്ടത്. 2025 വരുമ്പോൾ അത് 201 പേരിൽ നിന്ന് 47 പേരുടെ മരണത്തിലേക്ക് നയിച്ചു. പക്ഷെ ഇതിപ്പം ഈ വർഷം തുടങ്ങി ജനുവരി തൊട്ട് ഒരു ഫെബ്രുവരി 5-ാം തീയതി വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മാത്രം 23 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേർ മരിച്ചു. ഏറ്റവും കൂടുതൽ പേർക്ക് സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 4-ന് 6 പേർക്കാണ് ഒരേ ദിവസം തന്നെ ഈ അസുഖം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആശങ്ക പടരുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പകരുന്നത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗ്ലേറിയ ഫൗലിയറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഇത് പകരുന്നതെന്ന്. പക്ഷെ ഈ അടുത്ത് നടന്ന പഠനങ്ങളിൽ തെളിഞ്ഞിരുന്നു അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അമീബയുടെ സാന്നിധ്യം, അതായത് അക്കാന്ത അമീബ എന്ന് പറയുന്ന ഒരു അമീബയിൽ നിന്നും ഇതേ രോഗം പകരാമെന്ന്. അതായത് ഈ അന്തരീക്ഷത്തിൽ കാണുന്ന അമീബ ഏതെങ്കിലും തരത്തിൽ വെള്ളവുമായി കൂടിച്ചേർന്ന് അത് നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും അധികം ഇത് തലച്ചോറിനുള്ളിലേക്കായാലും ഈ രോഗം പടരുന്നു എന്നത് ചെറിയ തോതിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആരോഗ്യ വിദഗ്ധരെ സമീപിക്കുക, വിശദ പരിശോധനകൾ നടത്തുകയും ചികിത്സ തേടുകയും ചെയ്യുക. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.